ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എം കെ കുക്കിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സോയാബീൻ കറി വെക്കാം കേട്ടോ. ഞാനിന്ന് ഫ്രൈ ആക്കാനാണ്, റോസ്റ്റ് ചെയ്യുന്ന പോലെ ചെറിയത് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി പൊടി, സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ. ഇനി നമുക്കത് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യണം കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കട്ടെ. സോയാബീൻ ഒരു ടേസ്റ്റ് കൂടുതലിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കുവാണെങ്കിൽ സോയാബീൻ്റെ ടേസ്റ്റ് കൂടുതലിട്ട് കേട്ടോ. കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യ് കണക്കാക്കി ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി ഒഴിക്കണ്ട. ഇത് ചൂടായി വരുന്നുണ്ട് കേട്ടോ. എണ്ണയും നെയ്യും ചൂടായി, നമുക്കിന്ന് സോയാബീൻ ഇടാവേ. സോയാബീനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സോയാബീൻ നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ. നമുക്ക് കുറച്ച് കരിവേപ്പില ഞാൻ ഇടുന്നുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ച് വെക്കാനുണ്ട്. ഇച്ചിരി ജീരകപ്പൊടിയെ നേരത്തെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇരിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടിക്കോളും. കുറച്ചിട്ടാൽ മതി, ഒരു ചെറിയ സ്പൂണിന്. ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇച്ചിരി ഇടന്ന് ഫ്രൈ ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതിൻ്റെ മസാലക്കൂട്ടുകൾ സെറ്റാക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതൊന്ന് മിക്സിയിലടിക്കണത്. ഇതൊരു അവരൊരു വലുപ്പം സബോള ഉണ്ട്, ഒരു തക്കാളി, ഇച്ചിരി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം ഇത് ഇച്ചിരി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ഒതുക്കിക്കൊണ്ടുവരാം. നമ്മുടെ ഇൻഗ്രീഡിയൻ്റൊക്കെ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഒത്തിരി അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് 2 കറക്ക് ഇറക്കി. നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊക്കെ ചൂടായി. നമുക്ക് കടുക് ഞാൻ ഇച്ചിരി ഉലുവായിടുന്നുണ്ട് കേട്ടോ. ഇടാം. നമ്മുടെ സോയാബീന് വേണ്ട മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേ. അപ്പം നമുക്ക് ഇനി ഇച്ചിരി കൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറുകിപ്പോവേ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു. അപ്പോൾ നമുക്ക് സോയാബീൻ ഇടേണ്ട ടൈമായേ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ സോയാബീൻ ഇടാം. ഇനി ഏറ്റവും അവസാനം ഒരു സ്പെഷ്യൽ സാധനം ഇടാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണണം. അപ്പോഴേ എന്തൊക്കെയാണ് നമ്മൾ സോയാബീനിൽ നല്ല ടേസ്റ്റിൽ കറി വെക്കുമ്പോൾ എന്തൊക്കെ ഇടണമെന്നുള്ളതൊക്കെ ഉള്ളു കാണാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സോയാബീൻ ഇടാം. നമ്മൾ സോയാബീൻ ഇട്ട് കേട്ടോ. അപ്പോൾ സോയാബീനെ ഇതിന് നമുക്കൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് മസാല എല്ലാം എല്ലാത്തിലൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് അവസാനം നമുക്കൊരു സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാണിച്ചു തരാവേ. ഇതൊന്ന് തുറന്ന് നോക്കാവേ. സോയാബീനൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നല്ല കളറൊക്കെ എരിവൊക്കെ പാകത്തിനാണെന്ന് നമുക്ക് നോക്കാം എല്ലാവേ. അപ്പം കുറച്ച് നമുക്ക് ഇച്ചിരി ഗരം മസാല പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനമാണ് ഗരം മസാല പൗഡർ, ഏറ്റവും അവസാനം ഇട്ടുള്ളൂ. അത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. കുറച്ചിട്ടാൽ മതി, ഒരു 1/2 സ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി, അത് ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെക്കണം, അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് ഒന്ന്
ആവി കയറ്റിയിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സോയാബീൻ കറി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ കൂട്ട നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് നേരുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. MK കുക്കിംഗ് റെസിപ്പീസ് ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. താങ്ക് യു.